കുട്ടികളിൽ കാർഷിക സംസ്കാരം ഊട്ടിയുറപ്പിക്കാനും ഒപ്പം സമ്പാദ്യശീലം വളർത്താനും ലക്ഷ്യമിട്ട് മണിമല കരിക്കാട്ടൂർ CCM ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ച ബന്ദികൃഷി ഓണക്കാലത്ത് 100 മേനി വിളവെടുത്തു. മണിമല പഞ്ചായത്തിലെ കുട്ടി കർഷകർക്കുള്ള അവാർഡും സ്കൂൾ സ്വന്തമാക്കി. ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കൗമാരക്കാരിൽ നിന്നും ഓണവും അതുപോലുള്ള ആഘോഷങ്ങളും ഒക്കെ വിസ്മൃതിയിലാകുന്ന കാലഘട്ടത്തിലാണ് CCM കരിക്കാട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുഞ്ഞുങ്ങൾ സമൃദ്ധമായി വിളയിച്ചെടുത്ത ബന്ദികൃഷിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇതിനു വേണ്ടി പരിശ്രമിച്ച കുട്ടികളാണ്. എങ്ങനെയാണ് മക്കളെ നിങ്ങൾ ഈ കൃഷിയിലേക്ക് എത്തിച്ചേർന്നത്? ഞങ്ങള് ഈ കൃഷിയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളൊക്കെ സാറിനോട് പ്രകടിപ്പിച്ചപ്പം നമുക്ക് ഇങ്ങനെ ഒരു രീതി തുടങ്ങാമെന്ന് സാറ് തന്നെയാണ് ഞങ്ങൾക്ക് പ്രചോദനം തന്നത്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം നല്ല ജൈവ പ്രയോഗങ്ങളിലൂടെയും ഒക്കെ ഞങ്ങൾ ഇത് വളർത്തിയെടുത്തു. ഞങ്ങളിവിടെ ചീനി കൃഷിയും ചെയ്തു, ഇതുപോലെ ജമന്തിയും എല്ലാം ഞങ്ങൾ ചെയ്തായിരുന്നു. കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങളോട് സാറിന് വഴി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോവുകയും ഞങ്ങൾക്ക് സ്കൂളിന് ഒരു വരുമാനമാകുകയും ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയും പിന്നെ വേണ്ടവർക്കൊക്കെ കൊടുക്കുകയും ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് കുറെ അതിലൂടെ കാശുകൾ സ്വീകരിക്കാൻ പറ്റി. ഞങ്ങൾക്കൊരു സ്കൂളിൽ ഇപ്പോൾ ഒരു ഫണ്ട് ഉണ്ട്. അങ്ങനെ സാറേ, ഈ പുതിയ തലമുറയെ അവർക്കൊന്നും ഈ ഓണം ആഘോഷം ഒന്നും അറിയത്തില്ല. കാരണം ഇപ്പം ആൽഫയുടെയും ChatGPTയുടെയും AI നിർമ്മിത ബുദ്ധിയുടെയും കാലഘട്ടത്തിലാണ്. ചിങ്ങമാസം ഒന്നോ കന്നിമാസം ഒന്നും അറിയത്തില്ല. അവർക്ക് എന്താണ് പൂക്കളങ്ങളും. പക്ഷെങ്കിൽ അവരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പൊ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളത് വളരെ കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കെങ്കിലും ഇങ്ങനെയുള്ള കൃഷിരീതികളും ജൈവ കൃഷിരീതികളും അതുപോലെ തന്നെ കീടങ്ങളെ ഓടിക്കാനുള്ള ജൈവ കൃഷിരീതികളും ഒക്കെ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലേക്ക് പഠനം, നമ്മുടെ CCM സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠനം മാത്രമല്ല, അതോടൊപ്പം എല്ലാ മേഖലകളിലും കുട്ടികൾ ഒരു നല്ല തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കൃഷിരീതി നടപ്പാക്കിയത്. ഇത് വളരെ സക്സസ് ആണ്. ഈ പ്രാവശ്യം ഞങ്ങൾ പ്രത്യേകിച്ച് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കൃഷിരീതി നടപ്പാക്കുന്നത്. എത്ര വർഷമായിട്ട് സാറേ നടപ്പിലാക്കുന്നത്? കഴിഞ്ഞ വർഷം മുതലേ നമ്മൾ ഈ രീതി പിന്തുടർന്ന് വരുന്നു. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പഠനത്തിന്റെ പിരിമുറുക്കങ്ങളൊക്കെ മാറാനും അവർക്ക് ആധുനിക കൃഷി രീതികളും വിവിധ വിളകളിലുണ്ടാകുന്ന കീടങ്ങളും ആ കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും ഒക്കെ നമ്മുടെ ഗാർഡനിൽ തന്നെ കൊണ്ടുവന്ന് പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഇവർ സ്കൂളിൽ നിന്ന് വീട്ടിൽ പോയി ഇവർ കൃഷി രീതികൾ പിന്തുടരുകയും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ തക്കാളി അതുപോലെയുള്ള വെണ്ട അങ്ങനെയുള്ള സംഗതികളുടെയൊക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ടീച്ചർമാർക്ക് കൊടുക്കുകയും ടീച്ചർമാർ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വരുന്നു. ഈ ബന്ദികൃഷി കൃഷി ചെയ്തതിന് ശേഷം ബാക്കി അടുത്ത് എന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? അതായത് ഇത് ഏതാണ്ടൊരു ജൂലൈയും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി ഇതിന്റെ തീരും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് മുളകാണ്. കഴിഞ്ഞ പ്രാവശ്യം മുളക് ഉണ്ടാക്കി ഞങ്ങൾ പ്രത്യേക പാക്കറ്റാക്കി, 1/2 കിലോയുടെ പാക്കറ്റാക്കി. കുട്ടികൾക്ക് തന്നെ ഭയങ്കര ഡിമാൻഡാണ് ഈ മുളകിന്. കാരണം നമുക്ക് ഡിമാൻഡ് എല്ലാ വീടുകളിലും ആവശ്യമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ മുളക് രീതി വളരെ നല്ല ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ഇവിടെ പഠിച്ച ഒരു കുട്ടിക്ക് ഈ പ്രാവശ്യം മണിമല പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകയ്ക്കുള്ള അവാർഡും ലഭിച്ചു. ആ കുട്ടി നമ്മുടെ ഇവിടുത്തെ സജീവ പ്രവർത്തകയാണ്. അപ്പൊ അത് നമുക്ക് വളരെ ഒരു നല്ല അഭിമാനം തോന്നുന്നു. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായിട്ടാണ് നമ്മൾ ഈ കൃഷി രീതികൾ പിന്തുടർന്നു പോരുന്നത്. എല്ലാ ടീച്ചർമാരും നമ്മളോടൊപ്പം സഹകരിക്കുന്നു. ക്ലാസ് ടീച്ചർമാരും എല്ലാവരും നമ്മളോടൊപ്പം നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണിമല കാർഷിക കൃഷിഭവന്റെ അരുൺ സാറിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പഞ്ചായത്ത് മെമ്പറിന്റെയും ഒക്കെ സഹകരണം നമ്മോടൊപ്പം ഉണ്ട്. ഇപ്രാവശ്യം എടുത്തു പറയേണ്ടത് നമ്മുടെ MLA റോണി കെ ബേബി സാർ ഇവിടെ എത്തുകയും ഇതിന്റെ ഉദ്ഘാടനം, ഈ പ്രാവശ്യത്തെ കൃഷിയുടെ നമ്മുടെ പൂവിന്റെ ഉദ്ഘാടനം റോണി കെ സാറാണ് ചെയ്തത്. മണിമല പഞ്ചായത്ത് പ്രസിഡന്റ്, PTA പ്രസിഡന്റിന്റെയൊക്കെ മുൻ PTA പ്രസിഡന്റും ഇപ്പോഴത്തെ PTA പ്രസിഡന്റും ഒക്കെ ഇതിനു വേണ്ടി വളരെയധികം ശ്രമിക്കുന്നുണ്ട് കെട്ടാനും ഒക്കെ. അതുപോലെ തന്നെ ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അവരാണ് ഇത് പറിക്കുന്നതും കുറെ സഹായിക്കുന്നതും ഒക്കെ അവരാണ്. ഇവിടെ മാനേജ്മെന്റിന്റെ വലിയ സപ്പോർട്ടാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. വിദ്യാഭ്യാസം എന്നുള്ളത് വെറും ബൗദ്ധികമായ അറിവ് മാത്രമല്ല എന്ന് കുട്ടികൾക്ക് ഇതിൽ നിന്നെല്ലാം ബോധ്യമാവുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾക്കും മറ്റ് എല്ലാ സാമഗ്രികൾക്കും വേണ്ടി നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ രീതിയിലുള്ള വിളവെടുപ്പുകളും എല്ലാം വന്നപ്പോൾ കുട്ടികൾക്ക് കൃഷിയിലേക്കുള്ള താല്പര്യങ്ങൾ കൂടി വരുന്നുണ്ട്.
പ്രത്യേകിച്ച് ഇതൊരു കാർഷിക മേഖലയാണ്. കൂടുതൽ കുട്ടികളും കാർഷിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് പുതിയ രീതിയിലുള്ള കൃഷിയെക്കുറിച്ചുള്ള അറിവുകളും പുതിയ പുതിയ കൃഷികളും ഇപ്പോൾ നമ്മുടെ നാട്ടില് ഭൂകൃഷികൾ ധാരാളം ഉള്ളതല്ല. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെയുള്ള പുതിയ അറിവുകൾ കിട്ടുകയാണ്. പുതിയ വരുമാന മാർഗങ്ങൾ കുടുംബങ്ങളിലേക്കൊക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയാണ് ഈ സ്കൂളിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവര് മുന്നോട്ട് ഇറങ്ങുന്നത്. കുട്ടി കർഷകനുള്ള അവാർഡ് വരെ വാങ്ങിച്ചിട്ടുണ്ട് ഈ സ്കൂള്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.